ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, ഫ്രം കേഴ്സസ് ടു ബ്ലെസ്സിങ്. ഈ ദിവസങ്ങളെല്ലാം ഡെലിവറൻസ് മിനിസ്ട്രിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വിടുതലിൻ്റെ ശുശ്രൂഷ. പിശാചിൻ്റെ സ്വഭാവം, പിശാചിൻ്റെ തന്ത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ വിചാരത്തിലും വികാരങ്ങളും നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലാണ് ഇവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദേഹം, ദേഹി, ആത്മാവ് 3 തലമാണ് നമുക്കുള്ളത്. ദേഹം, ദേഹി, ആത്മാവ്. പലപ്പോഴും ദേഹി ലെവലിൽ നമ്മൾ ആരെന്നുള്ള ബോധം നമുക്ക് ശരിയായില്ല എങ്കിൽ അത് ഈ ആത്മാവിൻ്റെയും ദേഹത്തിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് കാണാം. ദേഹി ലെവൽ, പ്രാണൻ. ഞാൻ ആര്, അതിപ്പോൾ അൽസൈമേഴ്സ് അസുഖമുള്ളവർക്ക് അല്ലെ ബുദ്ധിമന്ദതയുള്ളവർക്ക് അവർ ചിലപ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവരോട് ചോദിച്ചാൽ പേരറിയത്തില്ല, ആരാന്നറിയത്തില്ല, എന്താണെന്നറിയത്തില്ല. ബട്ട് ദേ ആർ സറൗണ്ടഡ് ബൈ ലവിങ് പീപ്പിൾ, ദേ ഓൾവേസ് ലവ്. അതേസമയം ദുഷ്ടന്മാരുടെ ഇടയ്ക്കാണ് അവർ ഈ ബുദ്ധിമന്ദിച്ചിരിക്കുന്നെങ്കിൽ അവരെപ്പോഴും വിഷമിച്ചിരിക്കും. അപ്പോൾ ഇത് സറൗണ്ടിങ് സർക്കംസ്റ്റൻസ്, നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യം ബുദ്ധിമന്ദതയുള്ളവർക്ക് പോലും അനുകൂലമായോ പ്രതികൂലമായോ അനുഭവപ്പെടാമെങ്കിൽ നമ്മൾ ഈ വായുമണ്ഡലം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വചനം ഇങ്ങനെ ജീവനായിട്ട് നിൽക്കുകയാണ്. ഈ വചനം ചെന്ന് കൊള്ളുന്നിടത്തെല്ലാം പ്രവൃത്തി ചെയ്തേക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, വചനങ്ങൾ പറഞ്ഞ് ശാപത്തെ അഴിക്കണം. റിവോക്ക് ദ കേഴ്സ് ആൻഡ് റിലീസ് ദ പേഴ്സൺ. ശാപത്തെ വെട്ടിമാറ്റി വ്യക്തിയെ സ്വതന്ത്രമാക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പിക്ചറ് നമ്മുടെ മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ നമ്മുടെ അറിയാവുന്ന ആരെങ്കിലും നമ്മളോ ആയിരിക്കാം. നമ്മളെ ഇങ്ങനെ പിശാചി ചങ്ങലയിട്ട് വരിഞ്ഞങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ആരും രക്ഷപ്പെടുത്തത്തില്ല. നമുക്കൊരു പ്രയാസം വന്നാൽ ആരും രക്ഷിക്കത്തില്ല. ഒന്നാമത് അവർക്ക് പേടി, പിന്നെ അവർക്ക് അറിഞ്ഞുകൂടാ, പിന്നെ നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ട് അവർ ചെയ്തില്ലെന്നും പറഞ്ഞ് അവരോട് വാശിയും തന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ദൈവം ഈ പിശാചി ചങ്ങല വർഷങ്ങളാക്കി ഇട്ട് വെച്ചിരിക്കുന്നത് അഴിക്കാനൊരു സമയമാകുമ്പോൾ അതിന് പറ്റിയ ഉപദേശമുള്ളവരെ അല്ലെ അതിന് കഴിവുള്ളവരെ പറഞ്ഞു വിടും. ഐ ഹാവ് സീൻ ദാറ്റ് ഇൻ മൈ ലൈഫ്. പലപ്പോഴും ഒത്തിരി പ്രയാസം വരുമ്പോഴെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടിയെന്ന് പോലും അറിയാൻ വയ്യാത്തപ്പം അതിന് പറ്റിയ ആളുകളെ ദൈവം തമ്പുരാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്, വിടുതൽ കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ വീട്ടിൽ ഇതുപോലെ തന്നെ നമ്മൾ പോയി, ഒരു കൊച്ചിൻ്റെ വീട്ടിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുന്ന ആ കുട്ടി പുറത്തെങ്ങാണ്ട് പഠിക്കാൻ പോയതാണ്. പുറത്ത് പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് മൗനമായി പോയി. ആ കുട്ടി ഒന്നും മിണ്ടൂല. പെൺകുട്ടി 22 or 23 വയസ്സേ ഉള്ളൂ, 22 കാണുമായിരിക്കും. നഴ്സിങ്ങിനെ കണ്ട് പഠിക്കാൻ പോയി. കുട്ടി തിരിച്ച് വീട്ടിൽ വന്ന് ഒരക്ഷരം മിണ്ടൂല, മൗനമായിപ്പോയി. നമ്മളെ അവർക്ക് അറിയത്തില്ല. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരാണ്. അവരോട് ആരോ പറഞ്ഞ് വിമലാൻ്റിയെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ സാധാരണ പറ്റില്ല. ആ ടൈമിൽ അടുത്തായതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാമെന്ന്. 3 ദിവസം ഉപവാസ പ്രാർത്ഥന. ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ കൂട്ടമുണ്ട് അവിടെ. അപ്പം നമ്മളെല്ലാവരും കൂടെ പോയി ഞാൻ വചനം എടുക്കും, ബാക്കിയുള്ളവർ കൂടെ നിൽക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ. എൻ്റെ അമ്മ തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ബലം പുറകിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. 3 ദിവസം ഉപവാസ പ്രാർത്ഥന. അപ്പൻ്റെ അമ്മയുടെയും കണ്ണുനീര് കാണാമായിരുന്നു. 3-ാം ദിവസം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിക്ക് ഡെലിവറൻസ് കൊടുത്തു. ഏത് പിശാച് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കയറി വന്നാണോ അത് അഴിഞ്ഞു പോയി. ആ കുട്ടി ബലമായി. ഇന്നത് നോർമലായിട്ട് ജീവിക്കുന്നത് കല്യാണം കഴിച്ചും പോയി. ഞാൻ പറയുന്നത് വേറൊരു വീട്ടിൽ ഞാൻ അതേ പോയി, കുട്ടിയുടെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും അങ്ങ് പോയി. ഞാൻ ആ വീട്ടിൽ കയറി ചെല്ലുമ്പം സത്യം പറഞ്ഞാൽ മരിച്ച ഒരു വീട്ടിൽ കയറി ചെല്ലുന്ന പോലെ എനിക്കുണ്ടായ സങ്കടം. ഐ റിയലി ഫെൽറ്റ് ഒരു മരണ വീട്ടിനകത്തോട്ട് കയറി ചെല്ലുന്നത്. കുട്ടിക്ക് 22 വയസ്സ് വല്ലതും കാണുമായിരിക്കും. ഞാൻ പറഞ്ഞു ശരി. അപ്പൻ്റെ അമ്മയുടെ ദുഃഖം കണ്ടിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളിരിക്കണ്ട, ഞാൻ എൻ്റെ കൂടെ 2 സ്ത്രീകളും കൂടെ അന്ന് പ്രാർത്ഥിക്കുന്നു. അവർ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ഞങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിക്കട്ടെ എന്ന്. നമ്മൾ അറിയാവുന്ന വിധത്തിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് വെള്ളം തൊട്ട്, വെള്ളം വെച്ച് വാഴ്ത്തി, വെള്ളം വെച്ച് കഴുകി, ദൈവത്തിൻ്റെ ആത്മാവിനെ അയച്ചു. നമ്മളിതിനൊന്നും എക്സ്പേർട്ടല്ല. നോബഡി ഈസ് എക്സ്പേർട്ട് ഇൻ ഓൾ ദീസ് തിങ്സ്. ദൈവം നമ്മൾ മൂലം ദൈവനാമത്തിൽ അവർക്ക് നന്മ ലഭിക്കട്ടെ എന്നുള്ള വിശ്വാസത്തിലും അവരുടെ വിശ്വാസത്തിൻ്റെ ആഴവും കണ്ടായി ഓടിപ്പോകുന്നത് അവരുടെ നിസ്സഹായ അവസ്ഥ. കണ്ണുകാഴ്ചയിലെന്ന് ഏതായാലും ഡോക്ടേഴ്സിനൊന്നും സഹായിക്കാനൊക്കത്തില്ല. എല്ലാ മരുന്നുകളും നോക്കിക്കഴിഞ്ഞു. ഈ മരിച്ച വീട്ടിൽ ഞാൻ എന്നാ ചെയ്യാൻ? ഏതായാലും കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ആ കുട്ടിയുടെ കണ്ണും എല്ലാം കഴുകി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ വീട്ടിൽ പോരുന്നു. പിന്നെ ഒന്നും കേട്ടില്ല. ഞാൻ കുറച്ച് നാൾ തരും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ കൊണ്ടുപോയ സ്ത്രീയോട് ചോദിച്ചു എന്ത് സംഭവിച്ചു ആ പെൺകുട്ടിക്ക്. അപ്പോൾ അന്നേരമാണ് അവർ പറഞ്ഞത് കൊണ്ടുപോരുന്നവർ പോലും ഓർക്കത്തില്ല എന്നോട് വിളിച്ചു പറയാം. നമ്മളെന്തുമാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. അന്നേരം അയ്യോ ആ കുഞ്ഞിന് കണ്ണിന് കാഴ്ച കിട്ടി, അവൾ നോർമലായെന്ന്. എങ്ങനെയുണ്ട്? ഇന്ന് അവൾ വിവാഹ ജീവിതം അനുഗ്രഹം. ആ ഒരു പിശാച് വന്ന് കണ്ണടപ്പിച്ചതിന് തക്ക സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചതിനാൽ ബന്ധനം അഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ ശാപത്തിനെ അഴിക്കാൻ നമുക്ക് അവകാശമുണ്ട്.
കുരുട്ട് കണ്ണുകളെ തുറപ്പിക്കാനും കാരാഗ്രഹത്തിലേക്ക് പുറത്തു വരാനും ചങ്ങലകൾ പൊട്ടിച്ചു മാറ്റാനും ദൈവവചനം തന്നിട്ടുണ്ട്. വചനം എന്ന് പറയുന്നത് വാളാണ്, അത് ഡൈനമൈറ്റാണ്, അത് പ്രവർത്തിക്കാൻ. പക്ഷേ വചനം അയക്കാൻ അറിയണം, വചനത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. അങ്ങനെ ഇത് ഒരു ഈ ഡെറിക് പ്രിൻസ് എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹത്തിന് എക്സ്പേർട്ടാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ ഒരു അപ്പനും അമ്മയും ഒരു പെൺകൊച്ചും കൂടെ കയറി വന്നു. അപ്പോൾ പരിശുദ്ധാത്മാ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകമാണ്. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞപ്പം അയാളെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പോൾ ചോദിച്ചാൽ പറയായിരുന്നു, അവരുടെ മോൾക്ക് 18 വയസ്സേ ഉള്ളൂ, ആ പെൺകുട്ടിയുടെ കാലൊടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കാലൊടിഞ്ഞത് സൗഖ്യമാകും 6 മാസം കൊണ്ട്. പക്ഷേ അതല്ല പ്രശ്നം. ആ അപ്പൻ പറയാണ്, 18 മാസത്തിൽ 3 പ്രാവശ്യം ഒരേ കാലൊടിഞ്ഞെന്ന്. എങ്ങനെയുണ്ട്? ശാപമല്ലേ? തീർത്ത് ശാപം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നീ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയെന്ന്. അങ്ങനെ ഒരു സാധാരണ യേശു, അതായത് നമുക്ക് ആത്മാവ് വരുമ്പം പിന്നെ നമ്മൾ വലിയ ഒച്ചമ്പകളൊന്നും വെക്കണ്ടല്ലോ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ ബന്ധിക്കുന്നു, അഴിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞു. അവൾക്ക് സൗഖ്യം കിട്ടി, കാലിന് സൗഖ്യം. പിന്നെ അവർക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതുപോലെ എത്രയോ ശാപങ്ങൾ ഓരോ ഭവനങ്ങളിലുള്ളത്. നമ്മളിത് സാരമില്ല, അല്ലെ ഇത് ആർക്ക് ഒക്കത്തില്ല, ഇതിങ്ങനെ അങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുമ്പം നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി അറിയുന്നില്ല. ബ്ലെസ്സിങ്, അനുഗ്രഹത്തിന്. അപ്പോൾ ഈ ബ്ലെസ്സിങ്ങും ശാപവും, അനുഗ്രഹിക്കുന്നതും ശാപവും ചെയ്യുന്നതും വാഗൊണ്ടാണ്. ഡിഡ് യു ഹിയർ മീ ക്ലിയർലി? അനുഗ്രഹിക്കുന്നതും ശപിക്കുന്നതും വാഗൊണ്ടാണ്. ആ വായുടെ നാവിൻ്റെ ശക്തിയെ നമ്മൾ ആരെങ്കിലും ഒരാൾ ശപിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ നാവ് കൊണ്ട് അനുഗ്രഹിക്കാൻ പഠിക്കുക. റിവോക്ക് ഇറ്റ്, അഴിച്ചു മാറ്റ്. തന്നിട്ടില്ലേ ദൈവം? ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഗാർഡൻ എടുക്കുകയാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ഞാൻ നട്ട ചെടിക്കിടയ്ക്ക് വല്ല കാട്ടുചെട്ടി നട്ടാൽ ഞാൻ പിറ്റേ ദിവസം രാവിലെ വേരോടത് പറിച്ചു കളയും, തീയിൽ വിടും. പരീക്ഷിച്ച് നോക്കിക്കോ, സംശയമില്ല. എൻ്റെ ഗാർഡനിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ അല്ലാതെ ഒന്നും ഞാൻ വളർത്തൂല. അത് നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. എൻ്റെ ഭവനത്തിന് വേണ്ടി വേലി കെട്ടേണ്ടത് ഞാനാണ്. എന്നിട്ടും കലക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഉറച്ചു നിൽക്കാൻ ഈ പ്രയാസത്തിൻ്റെ നടുക്കും തീയുടെ നടുക്കും ഉറച്ചു നിർത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവും വചനവും സാന്നിധ്യവുമാണ്. അല്ല, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇത്രയും ഉണ്ടായിട്ടും നമ്മളെ ജീവനോടെ നിർത്തുന്ന ദൈവം വലിയവനാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ആര് പറയും? ശത്രുക്കൾ. അവൻ്റെ പറയുന്നില്ലേ, അവനാണ് സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ 10, ദുഷ്ടൻ വരുന്നത് കൊല്ലാനും മുടിപ്പാനും അറുപ്പാനുമാണ്, ഞാൻ വരുന്നത് ജീവൻ തരാൻ, സമൃദ്ധമായ ജീവൻ. എത്ര പേർക്ക് പറയാം എനിക്ക് സമൃദ്ധമായ ജീവനാണ് ഉള്ളതെന്ന്? എത്ര പേരങ്ങനെ സാക്ഷ്യം പറയും? എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് വന്നു. അവർ വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് അരാംകോയിൽ അവരൊരു ചെറിയ ജോലി എടുത്ത് താമസിച്ചിട്ടുണ്ട്. നമ്മുടെ വലിയ ക്ലോസ് ഫ്രണ്ട്സായി. അവരുടെ ഭർത്താവ് അടുത്തിടെ മരിച്ചു. അത് കഴിഞ്ഞ് അവരെ കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം, അവർക്ക് ആദ്യമേ തീരെ പൈസ ഇല്ലാതെ ഒത്തിരി പ്രയാസം കിട്ടും. അപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരു പോയിൻ്റ് ഇത്, വിമല, ഐ ഹാവ് ടൺസ് ഓഫ് മണി റൈറ്റ് നൗ. എൻ്റെ കയ്യിൽ ടണ്ണ് കണക്കിന് കാശുണ്ടെന്ന് അവരെന്നോട് പറഞ്ഞത്. ഞാൻ എത്രയാണെന്നൊന്നും ചോദിച്ചില്ല. അവർക്ക് ഈ പെൻഷനും മറ്റൊന്നും മറിച്ച്. പക്ഷേ ഒരു സ്ത്രീയുടെ വായിന്ന്, സാധുവായ ഒരു സ്ത്രീ പിന്നെ പറയാണ്, എനിക്ക് ഇഷ്ടം പോലെ ടണ്ണ് കണക്കിന് കാശുണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം ദൈവം അവരുടെ സ്ഥിതി മാറ്റിക്കൊടുത്തു. അതുപോലെ എത്ര വിശ്വാസികൾ നമ്മുടെ നാട്ടിൽ പറയും. നമുക്ക് പറയാൻ പേടിയുണ്ട് തന്നെ. പറയുമോ? ദൈവത്തിൻ്റെ അവർ പറയുന്ന ഓരോന്നും എൻ്റെ തലയിൽ എഴുതി വെച്ചിരിക്കുന്നു. ഞാനതൊന്നും കുറിച്ചിട്ടില്ല. ബട്ട് ദേ ആർ ഇംബഡഡ് ആൻഡ് രജിസ്റ്റേർഡ് ഇൻ മൈ ബ്രെയിൻ ബിക്കോസ് ദേ ആർ ദി ആബ്സല്യൂട്ട് ട്രൂത്ത്. ദൈവത്തെ അറിയണം. അബ്രഹാമിനെ വിളിച്ച് ദൈവം അനുഗ്രഹിക്കുന്ന 22-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. 22-ന്റെ 12 തൊട്ട് 18, 22-ന്റെ 16 തൊട്ട് 18 വരെയുള്ള വാക്യം വായിക്കാം നമുക്ക്. 16 ഇങ്ങനെയാണ് പറയുന്നത്, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. അപ്പം നീ എൻ്റെ വാക്കുകളെ അനുസരിച്ചത് കൊണ്ട് നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യാക്കോബ് അരുളിച്ചെയ്യുന്നു. ഇത് ദൈവം വന്നിട്ട് എന്താ ചെയ്തത്? ദൈവം വായാണ് ഉപയോഗിച്ചത്. ദൈവം ഒന്നും ചെയ്യാൻ അങ്ങോട്ട് പോയി വടിയെടുത്ത് വെട്ടുകയോ ഒന്നും ചെയ്തില്ലല്ലോ. ദൈവം വായു ഉപയോഗിച്ച് പറയാണ്, നീ നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ
ഞാൻ കൽപ്പിച്ചതുപോലെ യാഗവസ്തുവാക്കി തന്ന് കൊന്നില്ല, ദൈവം കൊല്ലിപ്പിച്ചില്ല, താൻ മനസ്സ് കാണിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൽ അത് ചെയ്തതാണ്. യാഗവസ്തുവായിട്ട് മൊറിയാമലയിൽ വന്ന് കൊല്ലാൻ യാഗം തന്നതിനാൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ അനുസരിച്ച നിന്നിൽ കൂടെ സന്തതികൾ അനുഗ്രഹിക്കും, ജാതികൾ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറും. ഇതാണ് അനുഗ്രഹം. അനുസരണം ബലിയെക്കാട്ടിലും ഉത്തമമാണ്. അനുസരിക്കുന്ന സ്വഭാവം. അനുസരണം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. അബ്രഹാമിൻ്റെ സന്തതി ഇസഹാക്കിനെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു പോയിൻ്റാണ്. എങ്ങനെയാണ് ആ മകൻ യാഗവസ്തുവാക്കിയപ്പം കയറിട്ട് കെട്ടിയ യാഗവസ്തു വിറകൽ കിടത്തിയപ്പം അനങ്ങാതെ കിടന്നതെന്ന് എനിക്കിന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ എത്രമാത്രം ആ വിശ്വാസം അപ്പനിലുണ്ട് ആ മകന്. അതുപോലെ ദൈവത്തിൽ നമുക്ക് വിശ്വാസം വരണം. ദൈവം നമുക്ക് തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യൂല. ശാപമെല്ലാം അനുഗ്രഹമാക്കി മാറ്റാൻ അവന് കഴിവുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. നാഥ, ശാപത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു തരാൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അവിടുന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അബ്രഹാമിനോട് ദൈവം 22-ാം അധ്യായത്തിൽ പറഞ്ഞു, നീ അനുസരിച്ചതിനാൽ നീ അനുഗ്രഹിക്കപ്പെടും. എന്നാൽ 12-ാം അധ്യായത്തിൽ വിളിച്ച് 7 അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തു. നീ ഒരു അനുഗ്രഹം, നിന്നാൽ ജാതികൾ അനുഗ്രഹം, നീ ഒരു അനുഗ്രഹമായി, നിന്നിൽ കൂടെ ജാതികൾ അനുഗ്രഹിക്കപ്പെടും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഇങ്ങനെ പല അനുഗ്രഹങ്ങൾ ദൈവം അബ്രഹാമിന് 12-ാം അധ്യായത്തിൽ കൊടുത്തെങ്കിലും ഇന്നും ആ അനുഗ്രഹം വാങ്ങിക്കാതെ വിശ്വാസികൾ നടക്കുന്നത് ഞങ്ങളുടെ അറിവില്ലായ്മയുണ്ട്. അതിന് വേറെ ഞങ്ങൾ അറിവില്ലായ്മയിൽ പിശാചിൻ്റെ തന്ത്രത്തിൽ അവൻ്റെ ഇരുട്ടിൽ കടന്ന് കളിക്കുന്ന ഞങ്ങളെ നിൻ്റെ വലിയൊരു പ്രകാശം അയച്ച് വലിയൊരു തീ പോലെയുള്ള തീജ്വാല അയച്ചിട്ട് ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ഇടിച്ചു പൊട്ടി അവൻ്റെ ചങ്ങലകളെ പറിച്ചു കളഞ്ഞ് ദൈവമേ ഇരുമ്പോടാമളെ കണ്ണിച്ച് കളഞ്ഞ് ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളെയും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തി നിൻ്റെ ആത്മാവിൽ ഞങ്ങളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വെളിച്ചം വരുമ്പോൾ അവിടെ ജീവൻ വരും. അപ്പച്ച ആ വെളിച്ചമുള്ളിടത്ത് പ്രകാശം അയക്കുന്നു. ആ വെളിച്ചമുള്ളിടത്ത് ആത്മീക പ്രചോദനമുണ്ട്. ഞങ്ങൾ അന്യോന്യം സഹായിക്കുന്നവരും ബലപ്പെടുത്തുന്നവരും നന്മ ചെയ്യുന്നതിൽ ഉത്സാഹമുള്ളവരും ആവശ്യമുള്ളപ്പം ദൈവം പറയുമ്പോൾ ചെയ്യുന്നവരുമായി മാറട്ടെ. അപ്പച്ചൻ പറയുന്നത് മാത്രം അനുസരിക്കുക. മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ലല്ലോ, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവർ. നിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും പഠിപ്പിച്ചാട്ടെ. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് തുടങ്ങിയത് പൂർത്തീകരിക്കാനും വിശ്വസ്തൻ. കർത്താവേ, ഈ ഡെലിവറൻസ് മിനിസ്ട്രി തുടങ്ങിയിട്ട് എത്രയോ കുടുംബങ്ങൾക്ക് നീ വിടുതൽ കൊടുക്കുന്നവർക്ക് നന്ദി പറയുന്നു. പക്ഷേ പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ ഞങ്ങളുടെ അടുത്ത തലമുറകളുടെ ചെയിനുകൾ ചങ്ങലുകൾ പൊട്ടിച്ചു മാറ്റി ദൈവത്തിൻ്റെ കയ്യിലേക്ക് അവരെ കൊണ്ട് അപ്പച്ചൻ്റെ മടിയിൽ കൊണ്ട് നിർത്തുന്നു. അവർ വളരട്ടെ, അവിടെ തന്നെ പഠിക്കട്ടെ. അപ്പച്ച അവർ നിന്നെ നല്ല പൗരന്മാരാക്കി ദൈവത്തിന് യോഗ്യമുള്ള പാത്രങ്ങളാക്കി മാറ്റിക്കാട്ടെ. അവിടുന്ന് മാനപാത്രങ്ങളാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ ആക്കിയിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.